വിലക്കയറ്റത്തിന് വിരാമമിടാൻ പൊതുവിപണിയിൽ നിരന്തരം ഇടപെട്ട് ജനങ്ങളെ കൊള്ളയടിക്കുന്ന മാർക്കറ്റുകളെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്ന ഇടപെടലാണ് കൺസ്യൂമർ ഫെഡ് സന്ദർഭോചിതമായി നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് മന്ത്രി വി.എൻ. വാസവൻ. തൃശൂർ കേച്ചേരിയിൽ കേരള സംസ്ഥാന കൺസ്യൂമർ ഫെഡറേഷന്റെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ത്രിവേണി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസിയിൽ പുതുതായി നിർമ്മിച്ച അക്കാദമിക് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കുറഞ്ഞ നിരക്കിൽ സാധാരണക്കാർക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ദൗത്യവും കൺസ്യൂമർ ഫെഡ് ഏറ്റെടുക്കുകയാണ്. സഹകരണ മേഖല ഇപ്പോൾ ആധുനിക സേവന രംഗത്തും മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തും വലിയ സ്വാധീനം ചെലുത്തിക്കൊണ്ട് പ്രവർത്തനം നയിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ ഞങ്ങൾ കേപ്പ് എന്ന് പറയുന്ന സഹകരണ സ്ഥാപനം ഉണ്ട്. 9 എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട് സഹകരണ മേഖലയ്ക്ക്, 5 പോളിടെക്നിക്കുകൾ, ഒരു നഴ്സിംഗ് കോളേജ് ഉണ്ട് ആലപ്പുഴ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഇനി 5 എണ്ണം കൂടെ തുടങ്ങണം. ഒന്ന് തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഞങ്ങൾ ഒരെണ്ണം കൂടി ആലോചിക്കുന്നുണ്ട്, നമ്മുടെ ചിന്നപ്പള്ളിയുടെ മണ്ഡലത്തിൽ വടക്കാഞ്ചേരി. അപ്പോൾ ഒരെണ്ണം സ്ഥാപിച്ചു കഴിഞ്ഞു. ആലപ്പുഴ ഞങ്ങൾ തുടങ്ങി, കഴിഞ്ഞ മാസം ഉദ്ഘാടനം ചെയ്തു. ഈ 4 നഴ്സിംഗ് കോളേജ് കൂടി ഉദ്ദേശിക്കുക. അപ്പം ഈ നിലയിൽ സഹകരണ മേഖലയിൽ ഇത്തരത്തിലുള്ള ആതുര സേവന രംഗത്തെ വിദ്യാഭ്യാസം കൂടി ഉറപ്പാക്കി മുന്നോട്ട് വരുന്ന പ്രവർത്തനങ്ങളുമായി കൂടി ഞങ്ങൾ മുന്നോട്ട് വരികയാണ്. അപ്പോൾ കേരളത്തിൽ സഹകരണ പ്രസ്ഥാനം ജനജീവിതത്തിന്റെ എല്ലാ മേഖലയും, കേരളത്തിന്റെ സാമ്പത്തിക, കാർഷിക, വ്യാവസായിക, തൊഴിൽ, വിദ്യാഭ്യാസ, ആരോഗ്യ, ഭവന നിർമ്മാണ മേഖലകളെല്ലാം സഹകരണ മേഖല ഇടപെടും. കൺസ്യൂമർ ഫെഡിന്റെ വിദ്യാഭ്യാസ രംഗത്തെ ഇടപെടലായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ത്രിവേണി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസി. സഹകരണ വകുപ്പിൽ നിന്നുള്ള പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിൽ നിന്നാണ് കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനായി 5 കോടി രൂപ ലഭിച്ചത്. മുരളി പെരുന്നെല്ലി MLA അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ കൺസ്യൂമർ ഫെഡ് മാനേജിംഗ് ഡയറക്ടർ M. സലീം റിപ്പോർട്ട് അവതരിപ്പിച്ചു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.